കല്യാണക്കുട്ടി കല്യാണക്കുട്ടി ഇവിടെ ഇരിക്കുകയാണോ? കൈമൾ അങ്കിളെ എന്ത്? കല്യാണക്കുട്ടി ഇപ്പൊ തന്റെ അണ്ണനെങ്കിലും ആന്റി അമേരിക്കന്ന്. ഏത് അണ്ണൻ? കല്യാണക്കുട്ടിയുടെ ഡാഡി, എന്റെ അണ്ണൻ. അയ്യോ എന്ത് ചെയ്യാ? കല്യാണക്കുട്ടി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞല്ലേ ഡാഡി ഇരിക്കുന്നത്. അതെ. പിന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അണ്ണനോട് വന്ന് നിൽക്കുമ്പോ 15 ദിവസം അണ്ണനെ സന്തോഷിപ്പിക്കണ്ടേ? അപ്പൊ ഒരു ഭർത്താവിനെ കാണിച്ചു കൊടുക്കണ്ടേ? ഒരു പറ്റുഹരിത്തിനെ നമുക്ക് കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ. 15 ദിവസം അണ്ണന്റെ മുമ്പില് ഒരു ഭർത്താവ്, അതും കല്യാണക്കുട്ടിക്ക്. കിട്ടിയോ? ഞാനൊരു തരക്കേടില്ലാത്തൊരുത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? എങ്ങനെയെങ്കിലും കല്യാണക്കുട്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ശരി നോക്കാം. വിഷ്ണു വിഷ്ണു ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ സാധനത്തിന്റെ ഭർത്താവാനാണോ എന്നെ വിളിച്ചത്? ഭർത്താവല്ല, ഭർത്താവ്. അതെന്നെ ഭർത്താവാനാണോ എന്നെ വിളിച്ചത്? ഈ കോന്തനാണോ? എന്നെ കോന്തറൊന്നും വിളിക്കില്ല ചേട്ടാ. എന്നെ സ്വഭാവം മാറുള്ള കാര്യം ഞാൻ പറഞ്ഞു. നീ ഡയറി എടുത്തായിരുന്നോ? ഡയറി എടുത്തായിരുന്നോ? ഈ കോസ്റ്റ്യൂം ഒപ്പിക്കാൻ പറ്റോടെ ഡയറിയുടെ കൊണ്ടുവന്നു. എന്തിനാ ഡയറി? എന്തിനാ ഡയറി? അല്ല അങ്കിളെ, ഇത് കണ്ട ഡാഡി വിശ്വസിക്കോ? ഡാഡി വിശ്വസിക്കില്ല. ഇവൻ കണ്ടാവർഗം പോലെ ഇരിക്കണാറുകൊണ്ട്. പക്ഷെ ഇവരെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. ഒരു ദിവസം 1000 രൂപ എനിക്ക് ശമ്പളം തരണം. അപ്പൊ മൊത്തം 15 ദിവസം. അതെ, 15 ദിവസം 15000 രൂപ. അതെ, ഓക്കെ തരാം. എന്റെ കല്യാണി കുട്ടി ഓക്കെയാ? Good afternoon, ladies and gentlemen. Welcome to Dynasty Airways. This is flight DA419 bound for Cebu. NS പെരുങ്കായത്തിന്റെ മുതലാളിയാണോ അത്? ഇതാരെന്ന് പറഞ്ഞത്? ഇത് അണ്ണൻ, അമേരിക്കൻ വന്ന അണ്ണൻ. ഇത് അമേരിക്കൻ അണ്ണനല്ല, പിന്നെ ഇത് അമേരിക്കൻ അണ്ണ. സൈക്കിളോ? സൈക്കിളല്ല, കാറിലാണ് വന്നത് ഞാൻ. ഇക്കളോ? ഉപ്പാവുന്നായിരിക്കും. ചൂടുവെള്ളം കുടിച്ചാൽ ഇക്കിള് പോകും. പൊക്കളെ ചെറുതാണ്. നല്ല അതല്ല, ഇവന്റെ പേരെന്താണ്? ഇത് കൈമൾ. എല്ലാം വിളിച്ചോണ്ടിരുന്നാണോ? കൈമളെ ആരായത്? വിഷ്ണു. വിഷ്ണു ഒരു പനിനീർ പൂവിനെ നീ പിച്ചി ചീന്തി കൊന്നു. വിഷ്ണു അല്ല, നിങ്ങൾ അമേരിക്കയില് നാടക ട്രൂപ്പിലാണോ? നല്ല ട്രൂപ്പല്ല. ഞാൻ SB ആയിട്ട് യൂട്യൂബ് ചാനൽ ഒരു സീരിയൽ ചെയ്തായിരുന്നു. തള്ളക്കിളിയായിരുന്നല്ല. അത് റിലീസ് ചെയ്ത സമയത്ത് എന്റെ മൂക്ക് 3 കിലോമീറ്റർ തെറിച്ചു. ഫസ്റ്റ് അത് തെറിവിളിയായിട്ട്. കൈമളെ അണ്ണാ, സന്തോഷമായടോ? പക്ഷെ ഡയറക്ടറെ മുഖത്തൊന്നും സന്തോഷം ഇല്ല. നീ അങ്ങോട്ട് നോക്കണ്ട, ഞങ്ങൾ ഇത് കഴിഞ്ഞ ദിവസം നോക്കിയാൽ. അന്തസ്സും ആഭിജാത്യവും തറവാടുത്തും കാണാൻ സൗന്ദര്യമുള്ള ഒരു മരുമോനാണ് എനിക്ക് തന്നത്. അത് സംഭവിച്ചല്ല. അന്തസ്സും ആഭിജാത്യമുള്ള ഒരു മരുമോൻ തന്നല്ലേ ഒരു അമ്മാവനെ കൊണ്ട് നിർത്തിയേക്കണം. ഈ കോട്ടട്ട ഊളൻ ആടാ വിളിക്കുന്നത്? ഞാൻ അറിഞ്ഞോണ്ട് ചോദിക്കുന്നു. ഞാൻ അറിഞ്ഞാണ്ടല്ല. ഹലോ, അതിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ എനിക്ക് 1000 രൂപ മതി. പക്ഷേ ഇവന്റെ മരുമോനായിട്ട് അഭിനയിക്കാൻ എനിക്ക് 1 ലക്ഷം രൂപ നടക്കില്ലേ? ഈ ഊളന്റെ മരുമോനാണെന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ വെളിയിറങ്ങിയ ആൾക്കാർ പച്ചവെള്ളം തരില്ല. അണ്ണൻ എന്നെ പറ്റി ഞാൻ വല്ലതും പറഞ്ഞാൽ നിന്നെ പറ്റി ഞാൻ പൊക്കി പറഞ്ഞു. എന്നെ പറ്റി പൊക്കി പറ. അമിതാഭ് ബച്ചൻ വന്ന് ആങ്കർ ചെയ്താലും നിന്നെ പറ്റി പൊക്കി പറയാൻ പറ്റില്ല. സീരിയസ് ആയിട്ട് പറയുന്നത് എന്താണ് ഇത്? അമേരിക്കയിൽ നിന്ന് 15 ദിവസത്തെ വെക്കേഷൻ വന്നേണ് ഞാൻ. 15 ദിവസം മാത്രമേ ഞാൻ ഇവിടെ ഉണ്ടാവും. 15 മിനിറ്റ് എന്നോട് ഓർത്തൂല്ലോ. നിന്റെ ഈ സ്വഭാവം വെച്ച് 15 സെക്കൻഡ് നീ ഇവിടെ നിൽക്കില്ലല്ലോ. അത് ഈ 15 ദിവസത്തേക്കുള്ളതാ. ബാക്കി അമേരിക്കയിൽ വന്നേടാ. അല്ല, ഞാൻ ഇപ്പൊ ആലങ്കോട്ടിൽ നിന്ന് വന്നത്. ഇപ്പൊ ഞാൻ ആലങ്കോട്ട് നാട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. അല്ലേ? അമേരിക്കയിൽ നിന്ന് വന്നാൽ ചൂട് പോലും മാറിയില്ല. അവൻ ചോദിക്കാൻ അമേരിക്കയിൽ നിന്ന് അമേരിക്കയിൽ അന്നാണ് അമേരിക്ക കയറ്റു, ഫ്ലൈറ്റ് കയറ്റു. അത് പോട്ടെ, അത് വിടാം. അമ്മാവനാണല്ലേ ജീവിക്കാൻ എനിക്കിപ്പോ ഒരു മോഹമൊക്കെ തോന്നുന്നു. എന്നെ കൂടെ അമേരിക്ക കൊണ്ടുപോകാൻ പറ്റുമോ? കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ അവിടെ ചാടി പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാനാണ് നിൽക്കുന്നത്. എപ്പോൾ എൻ്റെ പാസ്പോർട്ട് പരിചയം എൻ്റെ പേട്ട് തല അടിയിൽ നിന്ന് വിടുമെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചിരിക്കുമ്പോൾ അവനെ ഞാൻ അമേരിക്ക കൊണ്ടുപോയി. വരും നമുക്ക് എല്ലാവരും കൂടെ മംഗല്യപ്പുഴയിലേക്ക് പോകാം. എവിടെ? മംഗല്യപ്പുഴയിലേക്ക്. എന്നിട്ട് ചൂണ്ടയിടാനാ? പുഴ പോകാന്ന് പറഞ്ഞു. ചൂണ്ടയിടാ? ആരുടെ ഇല്ല, ചൂണ്ടയിടാനില്ല. ഇല്ല, മംഗല്യപ്പുഴയിലേക്ക് പോകാൻ. അവിടെ മണൽ വിറ്റാനാ? ഇല്ല, അതല്ലെന്ന്. മംഗല്യപ്പുഴയും മംഗല്യപ്പുഴയിൽ താമസിക്കുന്ന ഗ്രാമവാസികളും ആ മംഗല്യപ്പുഴയിലിരിക്കുന്ന കൊട്ടാരത്തിൻ്റെയും
തമ്പുരാനാണ് ഞാൻ, തമ്പുരാൻ. ആരെ? വിഷ്ണു. ഞാൻ തമ്പുരാനാണ്. ആരാണ്? തമ്പുരാൻ. ഈ ഊളനൊക്കെ എന്തുകൊണ്ടാ തമ്പുരാനായത്? ഞാൻ അറിഞ്ഞത്തോട്ട് ചോദിക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ അവിടെ തമ്പുരാനാണെങ്കിൽ അവിടെ ബാക്കിയുള്ള ആൾക്കാർ അവസ്ഥ ഒന്നല്ലേ ചോദിക്കും.